എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നാം കുളിക്കുമ്പോൾ തലയാണോ അല്ലെങ്കിൽ കാലാണോ ആദ്യം നനയ്ക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇതിന് കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം തല ആദ്യം നനയ്ക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ഞെട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഷോക്ക് പോലെയാണ് അനുഭവപ്പെടുക. ബോഡി അതിനോട് പ്രതികരിക്കുക. അപ്പോൾ തലവേദന പെട്ടെന്നുണ്ടാകുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ തലവേദന വരാൻ വേണ്ടി ഇത് കാരണമാകാം. അതുപോലെ ഹൃദ്രോഗങ്ങൾ, അതുപോലെ ഹൈ BP ഉള്ളവർക്ക് ഇതിനെല്ലാം ഈ തല ആദ്യം നനച്ച് കുളിക്കുന്നത് അഴുക്കാണ്. അതുകൊണ്ട് നാം കാലാണ് ആദ്യം നനയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇതിനെയെല്ലാം ഒഴിവാക്കാം. അതായത് തലയുടെ നെർവ്സ് എൻഡ് ചെയ്യുന്നത് കാലിലാണ്, അപ്പോൾ കാൽപാദത്തിലാണ്. അപ്പോൾ കാലിൽ നനയ്ക്കുന്ന ആ അവസരത്തിൽ അതിൻ്റെ റിപ്പോർട്ട് തലയ്ക്ക് കിട്ടിയിട്ട് നമ്മുടെ ബോഡി അതിനു വേണ്ടി ഒന്ന് പ്രിപ്പയർഡ് ആവും. അതായത് കുളിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു കാര്യം ശരീരം മൊത്തം അതിന് പിടികിട്ടും. അതുതന്നെയാണ് പഴമയുടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. കാരണം അവർ യാത്ര കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പാത്രം, അതിന് കിണ്ടി എന്നാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്, ഒരു ഓട്ടുപാത്രമാണ്. അതിനൊരു ചെരിഞ്ഞ ഒരു കുഴലൊക്കെയുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ നടയിൽ കാല് കഴുകിയിട്ടാണ് വെളിയിൽ നിന്ന് യാത്ര വരുന്നവർ വീടിനകത്തേക്ക് കയറാറ്. അപ്പോൾ രണ്ടുണ്ട് ഗുണം. ഒന്ന് പൊടി കളയാം. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിനെ തണുപ്പിക്കുമ്പോൾ തലച്ചോറിനെയും തണുക്കും. തലച്ചോറ് തണുക്കുമ്പോഴേക്കും വീട്ടിലേക്ക് വെളിയിൽ നിന്നുള്ള എന്തെങ്കിലും മാനസികാവസ്ഥ, വളരെ കടുത്ത മാനസികാവസ്ഥയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴിയോ വരികയാണെങ്കിൽ അതിനെയെല്ലാം തണുപ്പിച്ച് വീടിനുള്ളിൽ ശാന്തമായ ഒരു അന്തരീക്ഷം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കോപിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ പഴമയുടെ ആൾക്കാർ കുളിക്കാൻ വേണ്ടി കുളത്തിലും നദിയിലുമൊക്കെ പോകുമ്പോൾ അവർ ആദ്യമേ കാല് നനച്ച് കുറേ നേരം നിന്നതിന് ശേഷമാണ്, ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ കുളിച്ചുകൊണ്ടിരുന്നത്. തലയും കൂടി മുക്കുന്നത്, അതായത് മുഴുവൻ മുങ്ങുന്നത്. അപ്പോൾ ബോഡിക്ക് അതും വളരെ നല്ലതാണ്. അപ്പോൾ അത് പഴമയുള്ള ആൾക്കാർക്ക് അത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരോഗ്യം എല്ലാവരിലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.